എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് മാതാ അമൃതാനന്ദ അമ്മയുടെ അമൃതവചനം എന്താണെന്ന് ഒന്ന് കേട്ടുനോക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോയിലേക്ക് കടക്കാം. അമൃതവചനം. സ്നേഹവും ഐക്യവും പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷം എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പൊട്ടിത്തകരുന്ന കുടുംബ ബന്ധങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ നേർചിത്രമാണ്. കഴിക്കാൻ ഒരു പിടി ചോറ് മാത്രമേയുള്ളൂവെങ്കിലും സ്നേഹവും ഐക്യവും നിറഞ്ഞു നിൽക്കുന്ന വീട് സ്വർഗം തന്നെയാണ്. നേരെ മറിച്ച് പണവും സമ്പത്തും വേണ്ടുവോളം ഉണ്ടെങ്കിലും കുടുംബാംഗങ്ങൾ പരസ്പരം കലഹവും വിയോജിപ്പുമാണ്. ആ വീടിന് നരക തുല്യം തന്നെയാണത്. പരസ്പരം കലഹിക്കാൻ നിസാര കാര്യങ്ങൾ തേടുന്നതിന് പകരം സന്തോഷവും സ്നേഹവും പങ്കുവെക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ബോധപൂർവം സൃഷ്ടിക്കണം. ഭാര്യാഭർത്താക്കന്മാർ പരസ്പരമുള്ള തെറ്റുകൾ ക്ഷമിക്കാനും മറ്റേയാളെ എല്ലാ പോരായ്മകളോടെയും സ്നേഹിക്കാനും അംഗീകരിക്കാനുമുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയും വേണം. ഭാര്യാഭർത്താക്കന്മാർ സ്നേഹം കൊണ്ട് ഒരു മനസ്സാകണം, ഒന്നാകണം. പണ്ടുകാലത്ത് ഭാര്യാഭർതൃബന്ധം ഒന്നേ ഗുണം എന്ന പോലെയായിരുന്നു. ഒന്നേ ഗുണം ഒന്ന് എന്നാണല്ലോ. അവർ ഒന്നായിരുന്നു. എന്നാൽ ഇന്നു ഭാര്യാഭർതൃബന്ധം ഒന്നേ അധികം ഒന്നുപോലെയാണ്. എന്നവർ രണ്ടാണ്. രണ്ട് കുട്ടികളെയും കൂടി ജനിച്ചാൽ പിന്നെ നാലായി, നാല് ദ്വീപുകളായി മാറുകയാണവർ. എന്നാൽ ഭാര്യാഭർത്താക്കന്മാർ ഒരു മനസ്സാകണം, ഒരു ഹൃദയമാകണം. സ്നേഹത്തിൽ അവർ ഒന്നാകണം. ചിലർ എത്ര ബാലിശമായ കാര്യങ്ങൾക്കാണ് കലഹിക്കുന്നതെന്ന് കാണുമ്പോൾ നമ്മൾ അമ്പരന്നു പോകും. ചില സ്ത്രീകൾ പറയും, എന്നോട് വലിയ സ്നേഹമാണെന്ന് ഭർത്താവ് എന്നും പറയും. പക്ഷേ അതെങ്ങനെ വിശ്വസിക്കും? ഞങ്ങളുടെ വിവാഹ വാർഷികം പോലും അങ്ങേർക്ക് ഓർമ്മയില്ല. അതെനിക്ക് തീരെ ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്കിനിയും ഒരുമിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണ്. ചില ആൺമക്കൾ പറയും, എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അവൾക്ക് എത്രയോ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തിരിക്കുന്നു. പക്ഷേ അവൾക്കിപ്പോൾ നല്ലൊരു ജോലിയായി. ആദ്യ ശമ്പളം കിട്ടിയിട്ട് അവൾ എനിക്കൊന്നും വാങ്ങിത്തന്നില്ല. അതെന്നെ വളരെ വിഷമിപ്പിച്ചു. ഇങ്ങനെയൊക്കെ പല ഭാര്യാഭർത്താക്കന്മാരും സുഹൃത്തുക്കളും പരസ്പരം പരാതി പറയുന്നത് കേൾക്കാറുണ്ട്. വിവാഹ വാർഷികം മറന്നതും ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ ഭർത്താവിന് സമ്മാനം നൽകാതിരുന്നതും സ്നേഹമില്ലാത്തതുകൊണ്ടാണോ? കരുതിക്കൂട്ടി ചെയ്തതാണോ? ആയിരിക്കണമെന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഒരു പക്ഷേ മറന്നുപോയതാവാം. ഇത്തരം സാഹചര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം ഇരു കൂട്ടർക്കും വളരെ അത്യാവശ്യമാണ്. ഒരാൾ തൻ്റെ മകനോടൊപ്പം പ്രഭാത ഭക്ഷണം കഴിക്കാനിരുന്നു. അയാൾക്ക് ഓഫീസിലേക്ക് പോകാനുള്ള സമയമായതുകൊണ്ട് ഭാര്യ വേഗം തന്നെ ദോശയും ചമ്മന്തിയും കൊണ്ടുവന്നു വെച്ചു. ധൃതി പിടിച്ച് ഉണ്ടാക്കിയത് കാരണം ദോശ മിക്കവാറും കരിഞ്ഞു പോയിരുന്നു. പക്ഷേ അയാൾ ഒന്നും മിണ്ടിയില്ല. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ചമ്മന്തി കൂട്ടി ദോശ കഴിച്ചു. ഭർത്താവ് കരിഞ്ഞ ദോശ കഴിക്കുന്നത് കണ്ട ഭാര്യ വിഷമത്തോടെ പറഞ്ഞു, ആ ദോശ കരിഞ്ഞു പോയി, ഞാൻ വേറെ ദോശയുണ്ടാക്കി തരാം. ഭർത്താവ് പറഞ്ഞു, സാരമില്ല, ഇതല്പം കൂടുതൽ മൊരിഞ്ഞുവെന്നേയുള്ളൂ. ഇങ്ങനെയുള്ള ദോശ എനിക്കിഷ്ടമാണ്. ഓഫീസിൽ പോകുന്ന വഴിക്ക് അയാൾ മകനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനായി ഒപ്പം കൂട്ടി. ഇടയ്ക്ക് വെച്ച് മകൻ അച്ഛനോട് ചോദിച്ചു, അച്ഛനു കരിഞ്ഞ ദോശ ഇഷ്ടമാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? അയാൾ മകനോട് പറഞ്ഞു, പൊന്നു മോനെ, മോൻ്റെ അമ്മയ്ക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നില്ലേ?
അവൾ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ജോലി ചെയ്തു വീട്ടിലെത്തിയപ്പോഴേക്കും നേരം വെളുത്തു. അവൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാകും. എന്നിട്ടും രാവിലെ നമുക്കെല്ലാവർക്കുമുള്ള ഭക്ഷണം തയ്യാറാക്കി. ഇതിനു മുമ്പ് പലപ്പോഴും അവൾ വളരെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടില്ലേ? അപ്പോഴൊക്കെ ഭക്ഷണം നന്നായെന്ന് ഒരു നല്ല വാക്ക് നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടില്ല. ഇന്ന് ഇത്രയും ക്ഷീണിച്ചിരുന്ന സമയത്തുണ്ടാക്കിയ ദോശ അല്പം കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് നമ്മൾ അത് കഴിക്കാതിരിക്കുന്നത് അവളുടെ മനസ്സ് എത്രമാത്രം വേദനിക്കും. അവളുടെ മനസ്സ് സന്തോഷിക്കാനായി അല്പം കരിഞ്ഞ ദോശ കഴിക്കുന്നതിന് എനിക്ക് ഒരു പ്രയാസവുമില്ല. നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മൾ എപ്പോഴും കുറ്റമറ്റ പെരുമാറ്റവും പ്രവൃത്തിയും മാത്രം പ്രതീക്ഷിച്ചാൽ, പിടിവാശി പിടിച്ചാൽ നമ്മൾ നിരാശരാകുമെന്നതിൽ സംശയമില്ല. ഈ ലോകത്തിൽ ആരും പൂർണ്ണരല്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയും ചെയ്താൽ മാത്രമേ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സമാധാനവും നിലനിർത്തുവാൻ സാധിക്കൂ. ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമ്മ പറഞ്ഞ മഹത് വചനങ്ങളാണിത്. ഇത് ഫോളോ ചെയ്യൂ, കുടുംബത്തിൽ പ്രാവർത്തികമാക്കൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.